all the things you've done for love. Oh, hold tight to keep from cold. Tell you all the things I've done for love. All the things I've done for love. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇത്രയും ദയുള്ള മാതാവേ, കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തന്റെ തൂവലുകൾ കണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തന കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പാൽ പറക്കുന്ന അസ്ത്രത്തെ നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നടിച്ചു വരുന്ന വിനാശത്തെ നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളെ ആരെങ്കിലും മരിച്ചു വീണേക്കാം. നിന്റെ വലത്ത് വശത്ത് 10,000 എങ്കിലും നിനക്കൊരു സംഭവിക്കില്ല. ദുഷ്ടപ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അതിൽ നീ വാസുറപ്പിച്ചു. നിനക്കൊരു തിന്മ ഭവിക്കുകയില്ല. ഒരെണ്ണർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴിയിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദപ്പതയെ തട്ടായിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ മണ്ഡലയുടെ മേൽ നീ ചവിട്ടെടുക്കും. യുവസമുദ്ര സർപ്പത്തിന് നീ ചവിട്ടിമെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടുനിൽക്കുന്നത് ഞാൻ ആവശ്യക്കും. അവൻ എൻ്റെ നാം അറിയുന്നുണ്ട്. ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ച് ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സായി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കുന്നു. Thought I'd seen it all till I saw you. London in the fall and Paris too. And I've climbed hills to castles in the snow. But you I can't let go. Thought I'd found everything till I found you. But I was lost.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അത്ഭുതനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ടോമിനെയും സുമിയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ചു മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ മാറിയ ഔസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. അതിനെ അഭാവത്തെ സഹായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തുതി.
Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ദാസനെ അങ്ങ് വിളിച്ചല്ലോ. സ്വർഗീയവരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണം. അങ്ങയുടെ നാമത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ ഇവരെ ശക്തരാക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കുലമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ സമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾ വേഷത്തിലും സൈക്കിളുകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. ഇതിനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്ന അന്ധകാരത്തിൽ നടക്കുകയില്ല. എന്നാൽ രക്ഷിത വിശുദ്ധ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ.
സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം കർത്താവെ ആശ്രയിക്കുന്നു. എപ്പോഴും രാഷ്ട്രീയ പ്രതി നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ നാമത്തിൽ ദൈവപിതാവിന് കൃതജ്ഞത അർപ്പിക്കുകയും മിശിഹായോടുള്ള ആദരത്താൽ നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ കർത്താവിനോടെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും മിശിഹ സഭയുടെ ശിരസ്സായിരിക്കുന്ന പോലെ പുരുഷൻ ഭാര്യയുടെ ശിരസ്സാണ്, ഈശോ തന്നെ ശരീരത്തിന്റെ രക്ഷകൻ. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്ന പോലെ ഭാര്യമാരും എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ പ്രതി തന്നെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുകയും ചെയ്ത പോലെ ഭാര്യമാരെ സ്നേഹിക്കുകയും അത് ജലം കൊണ്ടുള്ള മാമോദീസ വഴി അവളെ ശുദ്ധീകരിച്ച് വചനത്തിൽ വിശുദ്ധീകരിക്കേണ്ടതിനാണ്. അങ്ങനെ അവൻ അമൃതപൂർണയായ സഭയെ കറയോ ചുഴവോ അതുപോലെ മറ്റെന്തെങ്കിലുമോ ഇല്ലാത്തവളായി തനിക്ക് തന്നെ സമ്മാനിക്കാൻ പരിശുദ്ധിയെ കളകരഹിതമാക്കാനാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരം എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. കാരണം ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. പ്രത്യുത വിശുദ്ധ സഭയെ എന്ന പോലെ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും രണ്ടുപേരും ഒരു ശരീരമാവുകയും ചെയ്യും. ഇത് ഒരു മഹത്തായ രഹസ്യമാണ്. ഞാനിത് പറയുന്നത് മിശിഹായോടും സഭയോടും ബന്ധപ്പെടുത്തിയാണ്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോരുത്തരും ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ വിവാഹത്തിന് നടന്നു. ഈശോയുടെ അമ്മ അവിടെയുണ്ടായിരുന്നു. ഈശോയെ ശിഷ്യന്മാരെ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? എൻ്റെ മണിക്കൂറിൽ ഇനിയുമായിട്ടില്ല. ഈശോയുടെ അമ്മ പരിചാരകരോട് പറഞ്ഞു, ഈശോ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുകയും. യഹൂദരുടെ ശുദ്ധീകരണ ക്രമത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 ഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 ആളുകൾ കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോൾ നിറച്ചു. ഇനി പകർന്ന കടക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുമെന്ന് ഈശോ പറഞ്ഞു. അവർ
ന്യായമായ കലവറക്കാരൻ രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ അവൻ പോലെ പരിചാരകാരനിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും വേർത്തിറങ്ങി ഞാത്തി ഉണർന്നു. അതിഥികൾ കയറി പിടിച്ചു കഴിയുമ്പോൾ കാണുന്നത്, എന്നാൽ നീ നല്ല രീതി ഇതുവരെ സൂക്ഷിച്ചു വെച്ചല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ ഈശോയെ വിശ്വസിച്ചു. ഏറെ സ്നേഹിക്കപ്പെടുന്ന സഹോദര വൈദ്യരെ, വിവാഹങ്ങളുടെ കൂടാശയാൽ ഇന്ന് ബന്ധിതരാകാൻ പോകുന്ന ടോം, സുനി, സ്നേഹനിർമ്മല മാതാപിതാക്കളെ, യുവതീവാക്കന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഒരുപാട് സന്തോഷത്തോടും അതിലുപരി പ്രാർത്ഥനയോടുകൂടിയാണ് ഈ അവസരത്തിൽ ഇവിടെ അയക്കാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ വികാരിയച്ഛൻ സെബാസ്റ്റ്യൻ പാലമൂലച്ചൻ എൻ്റെ മംഗലപ്പുഴ സെമിനാരിയിലെ കലക്ടറച്ഛനാണ്. അതോടൊപ്പം തന്നെ എൻ്റെ മൈനർ സെമിനാരിൽ എന്നെ പഠിപ്പിച്ച അച്ഛനാണ് സുമിയുടെ വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട സക്കറിയാസ് ഹെരവേലച്ചൻ. അപ്പോൾ ഇവിടുത്തെ വികാരിയച്ഛൻ ഹെരവേലച്ചനോട് ഇന്നത്തെ വചന സന്ദേശം നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സഹപാഠിയല്ലേ എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞിട്ട് സെബാസ്റ്റ്യനോട് പറയുകയാണ്. അപ്പോൾ ആ ഒരു അവസരം തന്നതിനെ ഓർത്ത് ദൈവത്തെ നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ അച്ഛന്മാർക്ക് ഒരുപാട് നന്ദി പറയുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഞാനും സുമിയും കിളിമല എക്സറ്റ് സ്കൂളിൽ ഒരുമിച്ച് ഞങ്ങൾ പഠിച്ചവരാണ്. 4 വർഷക്കാലത്തോളം ഒരുമിച്ച് പഠിച്ചവരാണ്. തുടർന്നും ഞങ്ങൾ ബന്ധം സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്താനായിട്ടൊക്കെ സാധിച്ചത്. അപ്പം സുമിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് സുമി ഒരു അനുഗ്രഹീത കലാകാരിയാണ്. ഞങ്ങളുടെ സ്കൂൾ സമയം മുതലേ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു വ്യക്തിയായിരുന്നു സുമിയുടെ ആങ്ങളെ. എനിക്ക് ആങ്ങളെ നേരിട്ട് എന്നെ പരിചയമില്ലെങ്കിലും ഞങ്ങളുടെ രൂപതയിലെ ഒട്ടുമിക്ക പരിപാടികളിൽ നന്നായിട്ട് ഗാനങ്ങൾ ആലപിക്കുന്ന രണ്ടുപേരും. പ്രത്യേകിച്ച് രാജേശൻ എൻ്റെ ഭാഷകാരൻ കൂടിയാണ്. ഞങ്ങൾ രണ്ടുപേരും പട്ടം വാങ്ങിച്ചിട്ട് ഒരാഴ്ചയാവുള്ളൂ. രണ്ടുപേരും രാജേശനോട് പറഞ്ഞ കാര്യമുണ്ട്, എന്താ ആവശ്യത്തിനും വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ ഓടിയിരുന്ന സുമിയുടെയും സുമിത്തിൻ്റെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു തീക്ഷ്ണതയും സ്നേഹവും ഒക്കെ ദേവാലയത്തോട് പ്രകടിപ്പിക്കാനായിട്ട് നിങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വിവാഹമെന്ന കൂതാശ ബന്ധിതരാകുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള പ്രാർത്ഥനാശംസകൾ ഒരുപാട് സ്നേഹത്തോടെ നേരുകയാണ്. രണ്ടുപേരെയും ആദ്യമേ തന്നെ ഞാൻ അഭിനന്ദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ വിവാഹമെന്ന ആ കൂതാശ പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹമെന്ന കൂതാശയിലൂടെ ജീവിതാവസാനം വരെ ഒരുമിച്ച് ജീവിച്ചോളാമെന്ന് പറഞ്ഞ് അവരേറ്റെടുക്കുന്ന ആ പ്രതിജ്ഞ ഇന്ന് അവർ നമ്മുടെ മുമ്പിൽ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആ പ്രതിജ്ഞ എടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയൊന്നും ജീവിക്കേണ്ട, ജീവിതാവസാനം വരെ ഒരു കമ്മിറ്റ്മെന്റും വേണ്ട, മറിച്ച് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരോട് ജീവിക്കാം എന്ന് പറയുന്ന ഒരുപാട് പേരുള്ള ഒരു തലമുറയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ യുവതീമാന്മാരുടെ ചിന്തയിൽ പോലും വിവാഹമെന്ന കൂതാശയുടെ ആ ഒരു മഹനീയത ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, ദൃശ്യമാധ്യമങ്ങളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ വിവാഹമെന്ന കൂതാശ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആണുമാണ് കല്യാണം കഴിച്ചാൽ എന്താണ്, ഒരു പെണ്ണ് കല്യാണം കഴിച്ചാൽ എന്താണ് എന്നുള്ള ആ ഒരു ചോദ്യം വളരെ ശക്തമായിട്ട് മുൻപത്തെ തലമുറ എന്നതിനേക്കാൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ 21ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് ദൃശ്യമാധ്യമങ്ങളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ പല സമൂഹത്തിലെ പല ഉത്തരവാദിത്തപ്പെട്ടവരും അതിനെ അനുകൂലിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് ഈ ദേവാലയത്തിൽ വന്ന് ഈ വിവാഹമെന്ന കൂതാശയ്ക്കായിട്ട് നടന്നിരിക്കുന്ന ടോം, സുമി പറയാതെ തങ്ങളുടെ ജീവിതങ്ങളിലൂടെ പറഞ്ഞു വെക്കുന്ന ഒരു സന്ദേശമാണ്, ഒരു പ്രഖ്യാപനമുണ്ട്. വിവാഹം എന്നത് ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള കൂതാശയാണ്. അതൊരാണും ആണും തമ്മിലായാലും ഒരു സ്ത്രീയും തമ്മിലായാലും ശരിയാവില്ല എന്ന് പറയാതെ ജീവിതത്തിലൂടെ ധൈര്യത്തോടെ അവർ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിരിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്.
ഈ ഒരു അവസരത്തിൽ നമ്മൾ ഭൂരിഭാഗം പേര് വിവാഹം എന്ന കൂതാശയാൽ ബന്ധിതരായിട്ടുള്ളവരാണ്. ഈ അവസരത്തിൽ വിവാഹം എന്ന കൂതാശയെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് അഭികാമ്യമാണെന്ന് തോന്നുകയാണ്. എന്താണ് കൂതാശ എന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വിവാഹം എന്ന കൂതാശ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും തന്നെ വിവാഹ സെമിനാറുകൾ കൂടിയുള്ളവരാണ്. സൺഡേ സ്കൂളിൽ നമ്മൾ ഒരുപാട് വർഷങ്ങൾ 12 വർഷത്തോളം നമ്മൾ അഭ്യസിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിർവചനമാണ് കൂതാശ എന്താണെന്ന് നമ്മൾ സൺഡേ സ്കൂളിൽ നമ്മൾ പഠിക്കാറുണ്ട്. അത് ഇപ്രകാരമാണ്: കാണപ്പെടാത്തവ അദൃശ്യമായ എന്തോ ഒന്ന് ദൃശ്യമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന അടയാളങ്ങളാണ് കൂതാശകളെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്താണ് വിവാഹം ഒരു കൂതാശയാണെന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് അത് അർത്ഥമാക്കുന്നത്? വിവാഹം ഒരു കൂതാശയാണ്. എന്ത് അദൃശ്യമായ കാര്യമാണ് നമ്മുടെ മുമ്പിൽ ദൃശ്യമായിട്ട് വിവാഹം എന്ന കൂതാശ അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ വിവാഹം ഒരു കൂതാശയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ഈ ഒരു അർത്ഥം മനസ്സിലാക്കിയെങ്കിൽ നമ്മുടെയൊക്കെ വിവാഹ ജീവിതം ഒരുപാട് അർത്ഥപൂർണമാകും, ഒരുപാട് പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ ജീവിതമാകും, ഈശോയാൽ നിറഞ്ഞ നല്ല ജീവിതങ്ങളാക്കി മാറ്റിയെടുക്കാനായിട്ട് രൂപാന്തരപ്പെടുത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വിവാഹം ഒരു കൂതാശയാണെന്ന് പറയുമ്പോൾ അദൃശ്യമായ എന്തോ നമ്മുടെ മുമ്പിലേക്ക് അത് അവതരിപ്പിക്കുകയാണ്. അദൃശ്യമായ എന്താണ് നമ്മുടെ മുമ്പിലേക്ക് വിവാഹം എന്ന കൂതാശ അവതരിപ്പിക്കുന്നത്? നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നത് എന്താണ്? പ്രത്യേകിച്ച് എഫേസോസുകാർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, വിവാഹം എന്നത് ഈശോയും സഭയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ അദൃശ്യമായ സ്നേഹത്തിന്റെ ദൃശ്യമായ നമ്മുടെ മുമ്പിൽ ദൃശ്യമായ ആ സ്നേഹം നമ്മുടെ മുമ്പിൽ വെളിവാക്കുന്ന കൂതാശയാണ് വിവാഹം. ഭാര്യയും ഭർത്താവും ടോമും സുമിയും തമ്മിലുള്ള സ്നേഹം ഈശോ എങ്ങനെ സഭയെ സ്നേഹിച്ചോ, സഭ എങ്ങനെ ഈശോയ്ക്ക് പ്രത്യുത്തരം കൊടുത്തോ, ആ ഒരു വിശ്വസ്തതയും സ്നേഹവും ഒക്കെ നമ്മുടെ മുമ്പിൽ വെളിവാക്കുന്ന ദൃശ്യമായ അടയാളമാണ് വിവാഹം എന്ന കൂതാശ. ഈശോ എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? എവിടെ വെച്ചാണ് സഭയെ ഈശോ സ്നേഹിക്കുന്നത്, ഗാഠമായി സ്നേഹിക്കുന്നത്? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, കാൽവരിയിൽ സഭയ്ക്ക് വേണ്ടി, തന്റെ പ്രിയ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി തന്നെ പൂർണ്ണമായിട്ട് തന്റെ ശരീരവും രക്തവും ആത്മാവും ജീവൻ തന്നെയും ഈശോ തന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി നൽകാനായിട്ട് തയ്യാറാവുകയാണ്. സ്നേഹമുള്ളവരെ, സ്നേഹമുള്ള ടോമിനും ആ ഒരു വിളിയാണ് ഇന്ന് സഭ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈശോ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായിട്ട് സുമിക്ക് തന്നെ നൽകാനായിട്ട്, തന്റെ ശരീരവും ആത്മാവും മനസ്സും പൂർണ്ണമായിട്ട് സുമിക്ക് കൊടുക്കാനായിട്ടുള്ള വിളിയാണ് ടോമിന് ഇന്നത്തെ ഈ വിവാഹ കൂതാശയിലൂടെ ലഭിക്കുന്നത്. ഒരു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ക്രിസ്തുവാകാനുള്ള വിളിയാണ്, മറ്റൊരു ഈശോയാകാനുള്ള വിളിയാണ് ടോമിന് ഇന്നത്തെ വിവാഹത്തിലൂടെ ലഭിക്കുന്നത് എന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തമാശയാണെങ്കിൽ ഞാൻ പറയാറുണ്ട്, നമ്മളിവിടെ വിവാഹം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ടോമിനെ കാണുമ്പോൾ വിശ്വസിക്കാതെ സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാൻ നമുക്കെല്ലാം സാധിക്കണം. കാരണം അത് ഓർമ്മപ്പെടുത്തലാണ്. ടോം ഒരു വിശിഹായാണ്, ഈശോയാണ്, ക്രിസ്തുവാണ്. ക്രിസ്തു എങ്ങനെ സഭയെ സ്നേഹിച്ചോ ആ ഒരു സ്നേഹത്തോടെ സുമിയോട് പെരുമാറാനായിട്ട്, ആ ഒരു വിശ്വസ്തയോടെ സുമിയോട് നിൽക്കാനായിട്ട് ടോമിന് കഴിയട്ടെ എന്ന് പ്രത്യേകമായി ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നീ സുമിയുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുമി സഭയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രതിനിധിയാണ്. അപ്പോൾ നമ്മുടെ ലേഖനത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് വായിച്ചു കേട്ടു എങ്ങനെ ഭാര്യമാരും ഭർത്താക്കന്മാരും വിധേയരായിരിക്കും എന്നാണ് പറയുന്നത്, അനുസരണമുള്ളവരായിരിക്കും എന്നൊക്കെ പറയുന്നത്. നമ്മൾ 21ാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ യുവാക്കന്മാരുടെയും യുവതികളുടെയും ഒക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരാനുള്ള ചോദ്യമാണ്, ഈ 21ാം നൂറ്റാണ്ടില് സമത്വം, സ്ത്രീ സമത്വം, പുരുഷ സമത്വം ഒക്കെ സമത്വം പറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തില് എന്തുകൊണ്ടായിരിക്കും പൗലോസ്ലീഹ ഈ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും എന്നൊക്കെ പറയും, അനുസരണമുള്ളവരായിരിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ബൈബിളൊക്കെ പുറത്തള്ളപ്പെടേണ്ട സമയമായില്ലേ, പൗലോസ്ലീഹ കാലഹരണപ്പെട്ട വ്യക്തികളല്ലേ, പൗലോസ്ലീഹ എന്താണ്
സ്നേഹത്തിന്റെ, ആ ഒരു വിശ്വസ്തതയ്ക്ക് സഭ കൊടുക്കുന്നത് പോലെ, ഈശോ സഭയ്ക്ക് കൊടുത്തതുപോലെ, ഈശോ സഭയ്ക്ക് കൊടുത്തപ്പോൾ സഭ ഈശോയ്ക്ക് തിരിച്ചു കൊടുത്ത ആ ഒരു വിശ്വസ്തതയും ആ ഒരു കരുതലും ആ ഒരു സ്നേഹവും ആ ഒരു തീക്ഷ്ണതയും തിരികെ സുമി ടോമിന് കൊടുക്കണമെന്നാണ് സഭ ഇവിടെ അർത്ഥമാക്കുന്നത്. പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത് ഇവിടെ വിധേയത്വമുള്ളവളായിരിക്കാനായിട്ട്, അനുസരണമുള്ളവളായിരിക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ മറ്റൊരു കണ്ടീഷൻ, മറ്റൊരു കാര്യം അതിനു മുമ്പായിട്ട് ഇവിടെ നടന്നിരിക്കണമെന്ന് പൗലോസ് പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് ടോം മറ്റൊരു ക്രിസ്തുവായിട്ട് മാറണം, മറ്റൊരു മിശിഹായായിട്ട് മാറണമെന്ന് ഇവിടെ അർത്ഥമാക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇവിടെ ടോമിന്റെയും സുമിയുടെയും സ്ഥാനത്ത് ഓരോ ഭർത്താക്കന്മാരും തങ്ങളെ തന്നെ കണ്ടെത്താനായിട്ട് പ്രത്യേകം ഈ കുർബാനയിൽ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുചേരലാണ് വിവാഹം എന്ന് പറയുന്നത്. ഇപ്പം ടോമിന്റെ കുടുംബവുമുണ്ട്, സുമിയുടെ കുടുംബവുമുണ്ട്. അപ്പം ടോമിന്റെ കുടുംബത്തിന് ഒരു സംസ്കാരമുണ്ട്, സുമിയുടെ കുടുംബത്തിന് മറ്റൊരു സംസ്കാരമുണ്ട്. അപ്പം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരൽ എന്ന് പറയുന്നത് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലുകൾ കൂടിയാണ്. പക്ഷേ ഇവിടെ ഈ രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഇവിടെ ശരിക്കും നടക്കേണ്ടത് ടോമിന്റെ കുടുംബത്തിന്റെ സംസ്കാരത്തിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് സുമിയുടെ കുടുംബത്തിന്റെ സംസ്കാരത്തിലേക്ക് ടോം പോവുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ടോമും സുമിയും കൂടെ ചേർന്ന് ഇവിടെ മൂന്നാമതൊരു സംസ്കാരത്തിന്, മൂന്നാമതൊരു കുടുംബത്തിന് രൂപം പ്രാപിക്കുകയാണ്. അപ്പൊ ആ ഒരു തീക്ഷ്ണത നമ്മൾ ഒരിക്കലും മറന്നു പോകാതെ, മറിച്ച് ഇനി ടോമിന് പ്രയോറിറ്റി സുമിയും, സുമിക്ക് പ്രയോറിറ്റി ടോം ആണെന്നുള്ള ആ ഒരു കാര്യം മറന്നു പോകാതെ മുമ്പോട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായി അവസാനമായിട്ട് ഈ ഒരു വിചിത്രത്തിലേക്ക് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ സുവിശേഷത്തിലൂടെ വായിച്ചു കേട്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. പ്രത്യേകിച്ച് കല്യാണ സമയങ്ങളിലെല്ലാം, വിവാഹ സമയത്തെല്ലാം നമ്മൾ ഒരുപാട് വായിച്ചു കേൾക്കുന്ന ഒരു ഭാഗമാണ് കാനായിലെ കല്യാണ രൂപ. ഇവിടെ ഞാൻ ഒരു കാര്യം ഊന്നി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ഇതാണ്: ഇവിടെ കല്യാണ വിരുന്നിന് ഈശോയും ശിഷ്യന്മാർ ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകമായിട്ട് ഒന്ന് അടിവരയിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, കുടുംബങ്ങൾ നമ്മളെപ്പോഴും ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാവരും ഓരോ കുടുംബങ്ങളിൽ നിന്ന് കടന്നു വരുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, കുടുംബം എന്താണെന്ന് പറയുന്നത് എപ്പോഴും സന്തോഷത്തിന്റെ മാത്രം അനുഭവങ്ങളുള്ള സ്ഥലമല്ല, മറിച്ച് സങ്കടത്തിൻ്റെതായിട്ടുള്ള, ദുഃഖത്തിൻ്റെതായിട്ടുള്ള, സഹനങ്ങളുടേതായിട്ടുള്ള അനുഭവങ്ങളുള്ള സ്ഥലമാണ്. അതുതന്നെയാണ് കാനായിലെ കല്യാണ രീതിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ശരിക്കും അവരുടെ സഹനങ്ങളിലൂടെ, ഒരു ദുഃഖത്തിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അവിടെ ഈശോയും ശിഷ്യന്മാർ ക്ഷണിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ദുഃഖത്തെ, ആ ഒരു സഹനത്തെ തരണം ചെയ്യാനുള്ള ശക്തി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അവർക്ക് ലഭിച്ചു എന്നുള്ള കാര്യം അടിവരയിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകമായിട്ട് സുമിയും ടോമും വിവാഹം എന്ന കൂതാശയുടെ പ്രതിരാകുമ്പോൾ നിങ്ങൾക്കും ഞങ്ങളുടെ നൽകാനുള്ള ആശംസ ഇത് തന്നെയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ മൂന്നാമത്തെ വ്യക്തികളായിട്ട് തിരികൊടുക്കും, അത് പ്രത്യേകമായിട്ട് ഈശോ എന്ന വ്യക്തി ഉണ്ടായിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈശോ എന്ന വ്യക്തിയിലാണ് നമ്മുടെ സഹനങ്ങളുടെയും നമ്മുടെ ദുഃഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും എല്ലാം മൂർത്തിഭാവം കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് കാനായിലെ കല്യാണ വിരുന്നില് ആ ഒരു സഹനത്തെ അവര് ഈശോയോടൊപ്പം നേരിട്ടതുപോലെ കുടുംബത്തിലുള്ള എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും ആരോഗ്യവും അനാരോഗ്യവും ഒക്കെ നിങ്ങൾ ഈശോയോടൊപ്പം ചേർന്ന് സഹിക്കാനായിട്ട്, സന്തോഷങ്ങൾ പങ്കുവെക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അവസാനമായി ഒരാശംസ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്ക് പരസ്പരം ഒരു ഉത്തരവാദിത്വമാണുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കി മുമ്പോട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. വിവാഹം എന്ന കൂതാശയുടെ ലക്ഷ്യം നിങ്ങൾ വിവാഹോത്സവങ്ങളെ കൂടിയപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. പരസ്പരം സ്നേഹിക്കുക, ജീവൻ കൊടുക്കുക എന്നുള്ളതാണ് വിവാഹം എന്ന കൂതാശയുടെ ലക്ഷ്യം. അതിന് ഏറ്റവും ഇമ്മീഡിയറ്റായിട്ടുള്ള ലക്ഷ്യം. ശരിക്കും യഥാർത്ഥത്തിൽ വിവാഹം എന്ന കൂതാശയുടെ മറ്റെല്ലാ കൂതാശകളുടെയും സഭ തന്നെ രൂപപ്പെട്ടതിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത്, ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. സ്വർഗം എന്ന ആ നല്ല സ്ഥലത്തേക്കുള്ള ലക്ഷ്യസ്ഥാനമാണ്
നമുക്ക് എല്ലാവർക്കും ഉള്ളത് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുകൊണ്ട് ടോമിന് സുമിയെ സ്വർഗത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കണം. സുമിക്ക് ടോമിനെ ജീവിതത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കണം. നിങ്ങൾ ദൈവം നൽകുന്ന മക്കളെ സ്വർഗത്തിൽ എത്തിക്കാനായിട്ട് നിങ്ങൾക്കും സാധിക്കണം. ഈ ഒരു ആശംസ മാത്രം നൽകിക്കൊണ്ട് പ്രത്യേകമായിട്ട് ഈ പരിശുദ്ധ കുർബാന നമ്മൾ തുടർന്ന് അർപ്പിക്കുമ്പോൾ ഈ നമ്മുടെ ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ വെറും സ്റ്റാറ്റസുകളിൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിൽ മാത്രം ഒതുങ്ങി പോകാതെ ഈ ബലിപീഠത്തോട് ചേർത്ത് നിർത്തി ഇവരെ രണ്ടുപേരെ ഇന്ന് ഈ ബലിവേദിയിൽ സമർപ്പിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതിന് ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവേ, വധൂവരന്മാരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനത്താൽ സകലരെയും ക്ഷണിക്കുന്ന മിശിഹായേ, നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ ഭേദത്തെപ്പറ്റി പഠിപ്പിച്ച മിശിഹായേ, പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടെ സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായേ, നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മോരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണം. അങ്ങയുടെ ശാന്തിയും സമാധാനവും നിലനിർത്തുകയും അങ്ങയുടെ ദാസത്വം വാഗ്ദാനം ചെയ്തിരുന്ന നിത്യകിരീടം നേടാൻ ഇവരെ ആഗ്രഹിക്കുകയും ചെയ്യണം. അങ്ങയുടെ സ്നേഹത്തിന്റെ വളർത്തി മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ മനുഷ്യരുടെ സഖ്യയെ നൽകിയ ദൈവമേ, അങ്ങയുടെ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ വേണ്ടി ദാസനെ ശക്തനാക്കണം. അങ്ങയുടെ കൃപാവര സമൃദ്ധമായി ചൊല്ലണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. സ്വന്തമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സുമിയെ ഭാര്യയായി സ്വീകരിക്കുന്നു. സുമി എന്ന് വിളിക്കപ്പെട്ട തെരേസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ടോമിനെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹോടൊക്കെ സാക്ഷിയാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു അടയാളമായി പരസ്പര അബ്രാഹത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പുരുഷഭരണമണി തിരുസഭയെ വഴിവായി സ്വീകരിച്ച കർത്താവ് വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഈ കാര്യം
ദയാപൂർവം ആശീർവദിക്കുന്നു. ഐക്യത്തിന്റെ പ്രതീകമായി താലി അഭ്യന്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസത്തിലും ഇവരെ ലഭിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കാനും നിന്നിഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കാനും ഇതിൽ മുദ്രിതമായിരുന്നു ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസതയുടെ ആധാരമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെ അടയാളമായ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. ഈ മോതിരങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാര്യവാനായ കർത്താവ് ഈ മോതിരകോടി ആശീർവദിക്കണം. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാവുന്ന വിശുദ്ധ സുവിശേഷ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനത്തിനനുസരിച്ച് ജീവിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ അനുഭവിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സത്യത്താൽ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സുന്ദരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായോട് നിങ്ങളുടെ ഭരണകർത്താവ് സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് ദയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവർ നിങ്ങളിൽ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധമാക്കുന്നതിനും അവർ നിങ്ങളെ സഹായിക്കട്ടെ. അവരുടെ സ്തുതിയും പ്രവചനയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
ഇവരുടെ കുടുംബജീവിതത്തെ ശുഭമാകട്ടെ. സകലവിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സർവ്വത്തിന്റെയും നാഥായ നീക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിലെ പങ്കാളികളാക്കുകയും ചെയ്ത കാരണമായ ദൈവം വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിവാഹബന്ധം ദാസ്യാത്മകമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവബലിയായ ദൈവത്തിന് സമർപ്പിക്കാൻ ഈ ഉദാസനങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുണ്ടായെങ്കിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്തിൽ സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സത്യമാണവരെ അവിടത്തേക്ക് ജീവിതകുമാരും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോൾ എപ്പോഴും എന്നേക്കും. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You waltzed in like somebody planned it all. I feel right where I belong. My knees are weak, my heart is strong. So give me your word and I'll give you all I got. No, we don't have much, but it sure feels like a lot. So take my heart and take my hand. Take my heart, take my hand. Take my heart and take my hand again and again. Right where we stand. Take my heart and take my Ladies and gentlemen, a warm welcome to one and all. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാൽ എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങരയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. രണ്ടുപേർ തമ്മിലുള്ള അഗാധ സ്നേഹത്തിന്റെയും അവരുടെ ഒത്തുചേരലിന്റെയും പ്രഖ്യാപനമാണ് ഓരോ വിവാഹവും. As we all know, we have gathered here today for the proclamation of love and joy of our newly married couple, Tom and Sumi. Let us welcome them as a team into our family with a performance from their beloved ones. Take
മനസ്സിലാണ് നമുക്ക് നൃത്തം ചെയ്യും. ഡാൻസ് കേട്ടില്ലേ എന്നെ കള്ളച്ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം, കരളിൽ തകിലടിച്ചു നെഞ്ചിൽ ഉത്സവമത്സരമായി ഉള്ളുക്കുഴി തുടിച്ചു വന്നല്ലോ കല്യാണം, അമ്പിളിച്ച നിലക്കിണ്ണം നിറഞ്ഞ വെണ്ണിലവിൽ ചിരിമഴ നനയാൻ വന്നല്ലോ കല്യാണം. കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം. നിലവേ പോരൻ മുത്തിൻ കല്യാണത്തിന് കൂടാൻ. സ്വന്തം തോമാച്ചൻ, son of Mr. A.C. Abraham and Mrs. Mercy Abraham, completed his B.Tech in Amal Jobi College of Engineering. ഇപ്പോൾ ഡേറ്റ എഞ്ചിനീയറായി കോഗ്നിസന്റ് ടെക്നോളജീസിൽ വർക്ക് ചെയ്യുന്നു. A beautiful bride, Sumi Padu is the eldest of Mrs. Mini Burgess and Mr. P.D. Burgess. Completed B.Tech in Civil Engineering at St. Kitts College. Big Data Engineer ആയിട്ട് IDS Software വർക്ക് ചെയ്യുന്നു. Let's give them a hearty welcome with a big round of applause towards the stage. ഇന്നത്തെ ഈ ദിവസം ആഗ്രഹമാകാൻ ഇവരെ പോലെ അല്ലെങ്കിൽ ഇവരെ അധികം ആഗ്രഹിച്ച് കാത്തിരുന്നവരാണ് ഇവരുടെ ഫാമിലി മെമ്പേഴ്സ്. So let's invite parents and siblings onto the stage. I cordially invite Mr. A.C. Abraham and Mrs. Mercy Abraham, parents of Tom, as well as his beloved brother Stefan Abraham and his wife Dr. Athila Maria, to join us on the stage. Star in my sight, the moment makes it right for me and you. Would you let me sing my love? My heart snaps in two, baby, looking at you. Got it, sorry, got it, sorry, got it, sorry, got it, sorry, got it. The music slows down, my sweetheart, dancing with you. Oh, the sorry, got it, sorry, got it, sorry, got it, sorry, got it. പുതുമണവാളൻ വരവാകെ തിരനുറയാടും
കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ.
மறுத்தாலுமே மனம் ஏற்குமா, சரிந்தாலுமே விதி மாறுமா? நேற்றின் சிறுமீதமே ஒரு சேதமாய் உன்னை சூழ்ந்து வேலியானாலும் பொறு உனக்கெனவே உனக்கெனவே வழி பிறக்கும் மொழியே நதியே, ஓ நதியே, உன்னோடம் கரை சேரும் மெதுவாய் ஒளியே, நீ ஒளியே, வெளிச்சம் கண்டாலே விடிவா. உனக்கும் நீ இல்லாமலே உன்னை நீங்கி செல்லாமலே நிகழும் நோடி கடந்திட மறுபடி காலம் பின்னீடும். சுமையின் வலி சொல்லாமலே சிதறும் மனம் என்னாலுமே வெகு விரைவில் விடை கிடைக்கும். தளராதே இன்பம் இருள் விலகி போகுமே, விடுந்தாகுமே அரங்கேறும் மாற்றம் புதிதாக. நீ படிப்படியாய் பிறந்திடுவாய் வழி பிறக்கும் மொழியே நதியே, ஓ நதியே, உன்னோடம் கரை சேரும் மெதுவாய் ஒளியே, நீ ஒளியே, வெளிச்சம் கண்டாலே விடிவா. கதிரோடு விளையாடு உன்னச்சம் விலகி போகும், கதிரோடு விளையாடு காயங்கள் அதிகாலை மழைதானா அவனோடு இனி நானா, இது நான் கேட்ட காலங்கள் தானா? இதிகாசம் இதுதானா, இவளோடு நடந்தேனா, இந்த மாயத்தில் நானும் விழுந்தேனா? உயிரே உயிரே உறையும் உயிரே இனிமேல் நீதானா? உயிரே உயிரே உறையும் உயிரே இனிமேல் நீதானா?
കൂദാശയിൽ ഇവരെ ഒന്നാക്കിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഇവർ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധം ഞങ്ങളിൽ സദാ വളർത്തണമേ. ഇവർ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വളരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്ത്യം വരെ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഞങ്ങളുടെ ജീവിതാന്ത്യത്തിൽ അങ്ങേ നേരിൽ കണ്ട് ആനന്ദിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. നീലമേഘങ്ങൾ കൂടുകൂട്ടുമാകാശം നീയേ 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 പെയ്തു പെയ്തു തോരാതെ മാറി കാത്തു മാറോരം ഞാനും 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 ഒരു പൂവിരിഞ്ഞ പോലെ അനുരാഗമെന്ന ജാലം ഒരുപോലെ തളിരായി മെല്ലെ കണ്ടതില്ല ഞാൻ പൊന്നുരുക്കി വെച്ച പെൺമുഖം ഇന്നുവരെ കണ്ടതില്ല ഞാൻ പൊന്നുരുക്കി വെച്ച പെൺമുഖം വെണ്ണിൽ നിന്നും വന്ന മണ്ണിൽ കൊട്ടു ചേർന്ന പെണ്ണിവൾ കണ്ണിവൾ തേടിക്കിട്ടിയൊരു വെണ്ണില പാതിരാവിൽ വന്നു പൊന്മഴ തൂവൽ തുമ്പിൻ മുനയാലൊരു മൃദുലാക്ഷരം സീമാതീത സൂര്യോദയ ദീപാങ്കുരം ആകാശം നിന്നിട്ടെന്നൊരു പൊന്മാനം മേലെ കണ്ടു കനവിൻ കോണിൽ കുളിരായി കുളിർ മഴ മഴകായി കാട്ടു ചെമ്പകം പൂത്തോട്ടെ